ഇന്നത്തെ അതിഥി ആർച്ച് ബിഷപ്പ് കൊർണേലിയോസ് ഇലഞ്ഞിക്കൽ. കേരളത്തിലെ പ്രാചീനമായ വരാപ്പുഴ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പായിരുന്നു അദ്ദേഹം. ഈയിടെ അദ്ദേഹത്തിൻ്റെ ദി കൺസെപ്റ്റ് ഓഫ് ഗോഡ് ഇൻ ഏർലി ടു ഉപനിഷസ് എന്ന ഗ്രന്ഥം പുറത്തു വന്നപ്പോൾ അത് കേരളത്തിലും പുറത്തും ഏറെ ചർച്ചാ വിഷയമായിരുന്നു. പ്രാചീന ഉപനിഷത്തുകളിൽ ദൈവത്തിൻ്റെ സങ്കല്പം എന്ന വിഷയം അദ്ദേഹം റോമിലെ അർബൻ സർവകലാശാലയിൽ നിന്ന് ഫിലോസഫിയിൽ ഡോക്ടറേറ്റ് സ്വീകരിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിയ പ്രബന്ധമാണ്. ഗാനരചയിതാവ്, എഴുത്തുകാരൻ എന്നീ നിലകളിൽ കൂടി അദ്ദേഹം അറിയപ്പെടുന്നു. ആർച്ച് ബിഷപ്പ് സാധാരണഗതിയിൽ ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ സംഭവിക്കാത്ത മാതിരി വളരെ ചെറുപ്പത്തിൽ തന്നെ സംസ്കൃതം പഠിക്കുന്നതിന് എന്താണ് താല്പര്യമുണ്ടായത്? പാരമ്പര്യമായിട്ട് തന്നെ സംസ്കൃത വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു. അതിനുവേണ്ടി വിദഗ്ധരായ പണ്ഡിതന്മാരെ മുത്തച്ഛനും അപ്പച്ചനും ഏർപ്പെടുത്തിയിരുന്നു. അപ്പോൾ എൻ്റെ സഹോദരന്മാരെല്ലാവരും തന്നെ സംസ്കൃതം പഠിച്ചിട്ടുണ്ട്. അതിൽ ഒരാളാണ് സംസ്കൃത വിദ്വാൻ E.K. ഫ്രാൻസിസ്. അദ്ദേഹം വിദ്വാൻ പരീക്ഷയ്ക്ക് വേണ്ടി അന്ന് ഇവിടെയെങ്ങും സംസ്കൃത കോളേജുകളുണ്ടായിരുന്നില്ല. പാവട്ടിയിൽ ചെന്ന് അവിടുത്തെ സംസ്കൃത കോളേജിൽ പഠിച്ചാണ് വിദ്വാൻ ബിരുദം നേടിയത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ വീടിൻ്റെ പടിഞ്ഞാറ് വശം മുഴുവൻ തന്നെ നായർ സമുദായത്തിൽപ്പെട്ടവരാണ് ജീവിച്ചിരുന്നത്. അത് വളരെ പ്രസിദ്ധരായ നായർ കുടുംബങ്ങളാണ്. 8 വീട്ടിൽ പിള്ളമാർ, വയലേടത്ത് മേനോന്മാർ, ഇങ്ങനെ പലരും. അപ്പോൾ അതിരാവിലെ തന്നെ ഞങ്ങൾ കേൾക്കാമായിരുന്നു വേദപാരായണം. അത് വളരെ ഈണത്തിൽ അവർ ചൊല്ലുന്നതായിട്ട് കേൾക്കാമായിരുന്നു. എനിക്ക് ഓർമ്മയുള്ള ചില ശ്ലോകങ്ങൾ ശ്രീരാമോദത്തിൽ നിന്നാണ്. പുരാ വിശ്വവസപുത്രോ രാവണോ നാമരാക്ഷസ ആസീത നിജാവ് ശാസ്താം കുംഭകർണ വിഭീഷണവും തീർയുറേണ തപസ പ്രത്യക്ഷീകൃത്യ വേദസം വവ്രിരേ ജവരാനിഷ്ടാൻ അസ്മാദശിത വത്സലാൽ. എൻ്റെ സഹോദരന്മാർക്ക് മറ്റു കാവ്യങ്ങളെല്ലാം അറിയാമായിരുന്നു. രഘുവംശം, കുമാരസംഭവം, ഇങ്ങനെയുള്ളതെല്ലാം. ഞാൻ ചെറുപ്പത്തിൽ തുടങ്ങി സംസ്കൃത പഠനം തുടർന്നില്ല. ഞാൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്കാണ് പോയത്. അത് കഴിഞ്ഞ് ആ വഴിക്ക് പോയി. പിന്നീട് മംഗലപ്പുഴ സെമിനാരിയിൽ വെച്ച് സംസ്കൃതം കുറെ കൂടി പഠിച്ചു. റോമിൽ ഊർബൻ യൂണിവേഴ്സിറ്റിയിൽ ചെന്നതിന് ശേഷം ഐച്ഛിക വിഷയമായി ഹിന്ദുയിസം എടുത്തു. അപ്പം ഞങ്ങളെ പഠിപ്പിച്ചിരുന്നത് പേരുകേട്ട ഇൻഡോളജിസ്റ്റ് മോൺസർ റംബോളിയായിരുന്നു. അദ്ദേഹം പെട്ടെന്ന് മരിച്ചുപോയി. അപ്പോൾ എൻ്റെ പ്രൊഫസർമാർ എന്നോട് ഹിന്ദുയിസം തുടർന്ന് പഠിക്കാൻ വേണ്ടി പ്രോത്സാഹനം നൽകി. ഞാൻ ഹിന്ദുയിസം 160 പഠിച്ചു. ഭാഗ്യവശാൽ അവിടെ ഗ്രന്ഥശാലകളിൽ ധാരാളം സംസ്കൃതത്തെക്കുറിച്ചുള്ള വ്യാഖ്യാനങ്ങളുണ്ട്. വളരെ ചെറുപ്പത്തിലെ സംസ്കൃത പഠനത്തിൽ താല്പര്യമുണ്ടാകുകയും ചുറ്റുപാടുമുള്ള ഹൈന്ദവ സമൂഹത്തിൻ്റെ ഭാഗമായി വളർന്നു വരികയും ചെയ്ത അങ്ങേ ഒരു വൈദികനാകാൻ, ക്രൈസ്തവ വൈദികനാകാൻ പ്രേരിപ്പിച്ച ഘടകമെന്തായിരുന്നു? ഹൈന്ദവ സമൂഹത്തിൻ്റെ ഒരു ഭാഗമായെന്ന് അങ്ങ് പറയുന്നത് ശരിയല്ല. ഹൈന്ദവ മത ആചാരികളെ എനിക്ക് ആദരവായിരുന്നു, സ്നേഹമായിരുന്നു. ഞങ്ങൾ ഒരേ കുടുംബത്തിലെ അംഗങ്ങളെപ്പോലെയൊക്കെ പെരുമാറിപ്പോന്നു. പക്ഷേ എൻ്റെ മാതാപിതാക്കന്മാർ ഉറച്ച ക്രൈസ്തവ വിശ്വാസികളായിരുന്നു. അവർ എന്നെ ചെറുപ്പത്തിൽ തന്നെ പഠിപ്പിച്ചു തന്നത് ദൈവം അക്ഷയ സ്നേഹമാണ്. ആ അക്ഷയ സ്നേഹം ഒരു ശരിയായ അവതാരമാണ് ക്രിസ്തു. അപ്പോൾ ക്രിസ്തുവിൻ്റെ ഒരു പ്രതിരൂപമായി മാറാൻ സാധിക്കുക എന്നത് ഈ ലോകത്ത് വെച്ചൊരു വ്യക്തിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സൗഭാഗ്യമാണ്.
അല്ല, ഈ സംസ്കൃതം പഠിച്ചതുകൊണ്ടാണ് ആർച്ച് ബിഷപ്പിന് ഇന്ത്യയുടെ ഒരു ആധ്യാത്മിക ആത്മാവ് ത്രസിക്കുന്നത് ഇതിഹാസങ്ങളിലും ഉപനിഷത്തുക്കളിലും പുരാണ ഗ്രന്ഥങ്ങളിലും ഒക്കെ ആണെന്ന് ബോധ്യപ്പെട്ടത്. അല്ലാതെയും അത് ബോധ്യപ്പെട്ടിരുന്നു. എൻ്റെ സഹപാഠികളെല്ലാവരും തന്നെ ഈ വിഷയത്തിൽ തൽപരരായിരുന്നു. അപ്പോൾ അവരെല്ലാവരും തന്നെ ഈ ഇതിഹാസങ്ങളോ വേദങ്ങളോ ഉപനിഷത്തുകളോ ഇതിലെല്ലാം പഠിക്കാൻ താല്പര്യരായിരുന്നു. റോമിലെ യൂണിവേഴ്സിറ്റിയിൽ ഫിലോസഫിയിൽ ഡോക്ടറേറ്റിന് വേണ്ടി ഉപനിഷത്തുകളിലെ ദൈവസങ്കല്പം എന്നുള്ള വിഷയം തിരഞ്ഞെടുക്കാൻ എന്തായിരുന്നു കാരണം? നമ്മൾ വേദാന്തങ്ങളിലേക്ക് പോകുമ്പോൾ അതിൻ്റെ വേര് കിടക്കുന്നത് ഉപനിഷത്തുകളിലാണ്. കുറേ അധികം ഉപനിഷത്തുകളുണ്ട്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട 13 അതിൽ 10 കുറിച്ചൊരു ശ്ലോകമുണ്ട്. ഈശകേന ഘടപ്രശ്നമുണ്ടമണ്ഡൂക്യ തൈത്തിരി ഐത്തിരിയും ചാണ്ടോക്യ ബൃഹദാരണ്യകം തഥ. അപ്പോൾ ബൃഹദാരണ്യകയും ചാണ്ടോക്യാണ് ഏറ്റവും പ്രാചീനമായിട്ടുള്ളത്. അവിടെ നിന്നാണ് പിന്നീടുള്ള തിങ്കിങ് എല്ലാം ഡെവലപ്പ് ചെയ്ത് പോന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ അവിടെ തുടങ്ങിയത്.